ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 6th ചാപ്റ്ററായ ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പിക്ചർ കാണിച്ചുകൊണ്ടാണ് അല്ലേ. ഒബ്സർവ് ദ പിക്ചർ, വിച്ച് എനർജി ഫോംസ് ആർ യൂട്ടിലൈസ്ഡ് ഹിയർ. ഈ ചിത്രം നിരീക്ഷിച്ച് ഇവിടെ ഏതൊക്കെ എനർജീസ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 എനർജി അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലൈറ്റ് എനർജി, ഒന്ന് സോളാർ എനർജി. ഇത് കൂടാതെ വേറെ ഏതൊക്കെ എനർജീസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ചിത്രം സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരമ്മ എന്താണ് അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യാൻ ഏത് എനർജിയാണ് യൂസ് ചെയ്യുക? ഹീറ്റ് എനർജി. പിന്നെ ഇത് കൂടാതെ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താണ്, വിൻഡ് മിൽസ് ഉണ്ട്. പിന്നെ കുട്ടികൾ പട്ടം പറത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ വിൻഡ് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അവിടെ കെമിക്കൽ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. വി മേക്ക് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മളെന്താ നമ്മുടെ ഡെയിലി ലൈഫിൽ പല ഫോമിലുള്ള എനർജീസും യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ആർ ദ വേരിയസ് സിറ്റുവേഷൻ വേർ ഹീറ്റ് എനർജി ഈസ് യൂസ്ഡ്, ലിസ്റ്റ് ദം. ഇനി ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഹീറ്റ് എനർജി യൂസ് ചെയ്യുന്നത് അത് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഹീറ്റ് എനർജി യൂസ് ചെയ്യുന്നത്? ഒന്ന്, ഫോർ കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോർ ഡ്രൈയിങ് ക്ലോത്ത്, വസ്ത്രങ്ങൾ ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീറ്റ് എനർജിയാണ്. പിന്നെ ഫോർ അയണിങ് ക്ലോത്ത് അയൺ ചെയ്യാം. പിന്നെ ഹീറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നതും ഹീറ്റ് എനർജിയാണ്. അപ്പം ഇവിടെ ഒക്കെ നമ്മൾ എന്താണ്, ഹീറ്റ് എനർജിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ വേറെ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലുണ്ടാവും. അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ലിസ്റ്റ് ചെയ്താൽ മതി. വുഡ് യു ലൈക്ക് ടു നോ മോർ അബൌട്ട് ഹീറ്റ് എനർജി? നിങ്ങൾക്ക് ഹീറ്റ് എനർജീനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നോക്കാൻ പോകുന്നത് ഈ ഹീറ്റ് എനർജീനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. You have already observed the change caused by heat energy on different states of water. നിങ്ങൾക്കറിയാം എന്താണ്, വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. അതായത് വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ആണ് ഐസ്, ലിക്വിഡ് സ്റ്റേറ്റ് ആണ് വാട്ടർ, ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ് സ്റ്റീം. അപ്പോൾ ഈ ഹീറ്റ് എനർജി കൊടുത്താൽ, ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്സിൽ ചേഞ്ച് വരുത്താൻ പറ്റുന്നത് നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങളത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഐസ് ഇസ് ദ സോളിഡ് ഫോം ഓഫ് വാട്ടർ. വാട്ട് ഹാപ്പൻ വെൻ ഐസ് ഈസ് എക്സ്പോസ്ഡ് ടു എയർ? അതായത് വാട്ടറിൻ്റെ സോളിഡ് ഫോമാണ് ഐസ്. ഇനി ഈ ഐസിനെ കുറച്ച് സമയം വായിൽ തുറന്നു വെച്ചാൽ എന്താ സംഭവിക്കുക? ഇറ്റ് മെൽറ്റ് ബൈ അബ്സോർബിങ് ദ ഹീറ്റ്. അതായത് ആ ഐസ് മെൽറ്റ് ആവും. എങ്ങനെ? ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അത് മെൽറ്റ് ആവും. വാട്ട് ഹാപ്പൻ വെൻ വാട്ടർ ഈസ് ബോയിൽഡ്? ഇനി വാട്ടർ നമ്മൾ ബോയിൽ ചെയ്യുക, തിളപ്പിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിന് എന്താണ് സംഭവിക്കുക? വെള്ളം എന്തായിട്ട് മാറും? അതിൻ്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയ സ്റ്റീമായിട്ട് മാറും. സ്റ്റീം ഈസ് ദ ഗ്യാഷ്യസ് ഫോം ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഗ്യാഷ്യസ് ഫോമാണ് സ്റ്റീം. വെൻ സബ്സ്റ്റൻസ് ആർ ഹീറ്റഡ് ദേ അബ്സോർബ് ഹീറ്റ് എനർജി. അതായത് നമ്മൾ പദാർത്ഥങ്ങളെ എന്താണ് ചൂടാക്കുമ്പോൾ അതെന്ത് സ്വീകരിക്കുന്നുണ്ട്? ഹീറ്റ് എനർജി സ്വീകരിക്കുന്നുണ്ട്. ക്യാൻ ഹീറ്റ് എനർജി ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ? അപ്പം എല്ലാ മാറ്ററിൻ്റെയും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ ഹീറ്റ് എനർജിക്ക് കഴിയുമോ? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അപ്പോൾ നമുക്ക് ഇതൊരു എക്സ്പെരിമെൻറ്റിലൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് മെൽറ്റിംഗ് ഐസ് ക്യൂബ്സ്. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് പരിചയപ്പെടാം. മെറ്റീരിയൽസ് റിക്വയർഡ്: 2 ഗ്ലാസ് ടംബ്ലേഴ്സ്, വാട്ടർ അറ്റ് നോർമൽ ടെമ്പറേച്ചർ, ഹോട്ട് വാട്ടർ ആൻഡ് ഐസ് ക്യൂബ്സ്. ഇത്രയും സാധനങ്ങളാണ് എക്സ്പെരിമെൻറ്റ് നടത്താൻ വേണ്ടത്. ടേക്ക് വാട്ടർ അറ്റ് നോർമൽ ടെമ്പറേച്ചർ ഇൻ 1 ഗ്ലാസ് ടംബ്ലർ ആൻഡ് ഹോട്ട് വാട്ടർ ഇൻ അനദർ 1 ആസ് ഷോൺ ഇൻ ദ പിക്ചർ. അതായത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഗ്ലാസ്സിൽ എന്താണ് നോർമൽ ടെമ്പറേച്ചറിലുള്ള വാട്ടറും മറ്റേ ഗ്ലാസ്സിൽ ഹോട്ട് വാട്ടറും എടുക്കുക. പുട്ട് സം ഐസ് ക്യൂബ്സ് ഇൻ ബോത്ത് ഗ്ലാസ്സസ്. 2 ഗ്ലാസ്സിൽ എന്താണ് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക. ഐസ് ക്യൂബ്സ് ഇൻ വിച്ച് ഗ്ലാസ് മെൽറ്റ് ഫാസ്റ്റർ? അപ്പോൾ ഏത് ഗ്ലാസ്സിലെ ഐസ് ക്യൂബ്സ് ആണ് ഫാസ്റ്റായിട്ട് മെൽറ്റ് ആവുന്നത്? ഏത് ഗ്ലാസ്സിലായിരിക്കും? സെക്കൻഡ് വണ്ണിൽ, അതായത് ഹോട്ട് വാട്ടർ ഉള്ള ഗ്ലാസ്സിൽ. വൈ? എന്തുകൊണ്ടായിരിക്കും ആദ്യത്തെ ഐസ് ഫസ്റ്റ് മെൽറ്റ് ആയിട്ടുണ്ടാവുക? കാരണം ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് മോർ ഈസിലി ഫ്രം ഹോട്ട് വാട്ടർ. അതായത് ഹോട്ട് വാട്ടറിൽ നിന്ന് ഐസിന് എന്താണ് ഈസി ആയിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റി. അങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ ഐസ് പെട്ടെന്ന് മെൽറ്റ് ആയത്. വിച്ച് ഫോം ഓഫ് എനർജി കോസ്ഡ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് ഐസ്? ഈ ഐസിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ കാരണമായിട്ടുള്ള എനർജി ഏതാണ്? ഹീറ്റ് എനർജി. ഡിഡൻറ്റ് ഐസ് ഗെറ്റ് അഡിക്വേറ്റ് ഹീറ്റ് ഫ്രം വാട്ടർ ടു മെൽറ്റ്? ഹാവ് യു നോട്ടീസ്ഡ് കോക്കനട്ട് ഓയിൽ സോളിഡിഫൈങ് ഡ്യൂറിങ് വിൻ്റർ? ഇനി വിൻ്ററിൽ, അതായത് ശൈത്യകാലത്ത് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ കട്ട പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കും അതിനുള്ള കാരണം? കാരണം ഡ്യൂറിങ് വിൻ്റർ ദ ടെമ്പറേച്ചർ ഡിക്രീസ്ഡ് ആൻഡ് കോക്കനട്ട് ഓയിൽ
സോൾഡിഫൈഡ്. അതായത് വിൻ്ററിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും, അതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണ കട്ട പിടിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അതായത് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള എനർജി ഫോമാണ്. അതിനെന്താണ്? മാറ്ററിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഡസ് ഹീറ്റ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ സബ്സ്റ്റൻസ് ടു അനദർ. ഇനി ഇപ്പോൾ ഹീറ്റിന് മാറ്ററിൻ്റെ സ്റ്റേറ്റ് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി ഈ ഹീറ്റിനെ ഒരു സബ്സ്റ്റൻസിൽ നിന്ന് മറ്റൊരു സബ്സ്റ്റൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഹീറ്റിനെ ഒരു സബ്സ്റ്റൻസിൽ നിന്ന് മറ്റൊരു സബ്സ്റ്റൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. ഒബ്സർവ് ദ പിക്ചർ. ദ പിക്ചർ ഷോസ് എ പോട്ട് ഓഫ് റൈസ് ബീങ് കുക്ക്ഡ് ഓൺ എ ഗ്യാസ് സ്റ്റവ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. ആ പോട്ടിൽ റൈസ് കുക്ക് ചെയ്യാണ്. ഹൗ ഡിഡ് ദ റൈസ് ഗെറ്റ് ദ ഹീറ്റ് എനർജി റേഡിയേറ്റഡ് ഫ്രം ദ ഫ്ലെയിം ഓഫ് ഗ്യാസ് സ്റ്റവ്. അതായത് ഗ്യാസ് സ്റ്റവിലെ ഫ്ലെയിമിൽ നിന്നുള്ള ഹീറ്റ് എനർജി എങ്ങനെയാണ് ആ പോട്ടിലുള്ള റൈസിലെത്തിയത്? കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ബൈ റൈറ്റിംഗ് ദ ഡിഫറെൻറ്റ് വേസ് ബൈ വിച്ച് ഹീറ്റ് വാസ് ട്രാൻസ്ഫേർഡ്. ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അത് ഫ്ലോ ചാർട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഓരോ സ്റ്റെപ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹീറ്റ് എവിടുന്നാണ്? ദ ഫ്ലെയിം ഓൺ ദി സ്റ്റവിൻ്റെ ഫ്ലെയിമിൽ നിന്നാണ് ഫസ്റ്റ് ഹീറ്റ് കിട്ടുന്നത്. എന്നിട്ട് ആ ഹീറ്റ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പോട്ടിലേക്ക്. എന്നിട്ട് പോട്ടിൽ നിന്ന് പിന്നെ ആ ഹീറ്റ് പോട്ടിനകത്തുള്ള വാട്ടറിലേക്ക്. വാട്ടറിൽ നിന്ന് പിന്നെ ആ ഹീറ്റ് പോകുന്നത് ആ വാട്ടറിൽ കിടക്കുന്ന റൈസിലേക്ക്. അങ്ങനെയാണ് ആ റൈസ് അവിടെ കുക്കാവുന്നത്. റൈസ് ഗെറ്റ് കുക്ക്ഡ് വെൻ ദ ഹീറ്റ് റേഡിയേറ്റിംഗ് ഫ്രം ദ ഫ്ലെയിം ഓഫ് ദി സ്റ്റവ് ഈസ് ട്രാൻസ്ഫേർഡ് ത്രൂ ദി പോട്ട് ആൻഡ് വാട്ടർ ആൻഡ് റീച്ച് ദി റൈസ്. അതായത് അതിലത്തെ റൈസ് കുക്കാവുന്നത് സ്റ്റവിൽ നിന്നുള്ള ഫ്ലെയിം പോട്ട് വഴിയും വാട്ടർ വഴിയുമാണ് റൈസിലെത്തുന്നത്. അങ്ങനെയാണ് അത് കുക്കാവുന്നത്. വാട്ട് ഡു യു ഇൻഫർ ഫ്രം ദിസ്? അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് നിഗമനത്തിലാണ് എത്തുന്നത്? ഇതിൽ നമുക്ക് പറയാം ഹീറ്റിനെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ ഫ്ലോ ചെയ്യിക്കാം. അങ്ങനെ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നതിനൊരു പേര് പറയും. അതാണ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. ഇപ്പോൾ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് റെഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് ഹീറ്റ് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് ഫ്ലോ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഹാപ്പൻ ടു ദ പോട്ട് ആഫ്റ്റർ ടേണിംഗ് ഓഫ് ദി ഗ്യാസ് സ്റ്റവ് ഫോർ എ വൈൽ. ഇനി ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോട്ടിന് എന്താണ് സംഭവിക്കുക? വൈ ഡസ് ദി പോട്ട് ലോസ് ഹീറ്റ്? അപ്പോൾ പോട്ടിലുള്ള ഹീറ്റ് ലോസ് ആവും, ചൂട് നഷ്ടപ്പെടും. അപ്പം എന്തുകൊണ്ടാണ് ആ ചൂട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി സറൗണ്ടിങ്. അതായത് ആ പോട്ടിലെ ഹീറ്റ് അതിൻ്റെ സറൗണ്ടിങ്ങിലേക്ക്, അതിൻ്റെ ചുറ്റുപാടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോഴാണ് ആ പോട്ടിൽ നിന്ന് ആ ഹീറ്റ് ലോസ് ആയത്. ഡസ് ദ പോട്ട് അലോൺ ലോസ് ഹീറ്റ്? പോട്ടിന് മാത്രമാണോ ഈ ഹീറ്റ് ലോസ് ആയത്? ഡോൺ ദ സബ്സ്റ്റൻസ് ഇൻസൈഡ് ഇറ്റ് ഓൾസോ ലോസ് ഹീറ്റ്? ആ പോട്ടിനകത്തുള്ള സബ്സ്റ്റൻസിൽ നിന്നും ഹീറ്റ് ലോസ് ആവുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സബ്സ്റ്റൻസിൽ നിന്നും ഹീറ്റ് ലോസ് ആവുന്നുണ്ട്. ഹീറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദി സറൗണ്ടിങ് നോട്ട് ഓൺലി ഫ്രം ദി പോട്ട് ബട്ട് ഓൾസോ ഫ്രം ദി സബ്സ്റ്റൻസ് ഇൻസൈഡ് ഇറ്റ്. അതായത് പോട്ടിൽ നിന്ന് മാത്രമല്ല, ആ പോട്ടിനകത്തുള്ള സബ്സ്റ്റൻസിൽ നിന്നും സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ദിസ് റിസൾട്ട് ഇൻ ഹീറ്റ് ലോസ് ടു ദ വെസൽ ആൻഡ് ഇറ്റ്സ് കണ്ടൻസ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ആ കണ്ടൻസിൽ നിന്നും അതേപോലെ തന്നെ വെസലിൽ നിന്നും ഹീറ്റ് ലോസ് ആയത്. ഇനി നെക്സ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ സോളിഡ്. ഇനി ഈ ഹീറ്റിൻ്റെ ട്രാൻസ്മിഷൻ സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സോളിഡിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നതാണ്. യു നോ ദാറ്റ് മെനി തിങ്സ് അറൗണ്ട് എസ് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗാഷ്യസ് സ്റ്റേറ്റ്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുള്ള സാധനങ്ങളൊക്കെ സോളിഡ്, ലിക്വിഡ്, ഗാഷ്യസ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈസ് ഹീറ്റ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ സെയിം മാനർ ഇൻ ഓൾ ദീസ് തിങ്? അപ്പോൾ ഈ 3 സ്റ്റേറ്റിലും ഒരേപോലെ ആയിരിക്കുമോ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത്? റൈറ്റ് ഡൗൺ യുവർ ഗസ്. നിങ്ങളുടെ ഗസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. ടേക്ക് 20 cm ലോങ് അലുമിനിയം റോഡ്, സം പിൻസ് ആൻഡ് എ കാൻഡിൽ ആൻഡ് എ മാച്ച് ബോക്സ് ഫ്രം ദ സയൻസ് കിറ്റ്. നിങ്ങളുടെ സയൻസ് കിറ്റിൽ നിന്ന് 20 cm നീളമുള്ള അലുമിനിയം റോഡ്, പിന്നെ കുറച്ച് പിന്ന്, പിന്നെ കാൻഡില്,
മാച്ച് ബോക്സ്. ഇത്രയും സാധനങ്ങളാണ് എക്സ്പെരിമെൻ്റ് നടത്താൻ വേണ്ടിയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. ഫിക്സ് ദ പിൻസ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഓൺ ദി അലുമിനിയം റോഡ് യൂസിങ് വാക്സ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആ അലുമിനിയം റോഡിൻ്റെ മുകളിൽ എടുത്തിട്ടുള്ള എല്ലാ പിന്നിനും എന്താണ് ഈക്വൽ ഡിസ്റ്റൻസിൽ വാക്സ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹീറ്റ് വൺ എൻഡ് ഓഫ് ദി റോഡ് വിത്ത് എ ബേണിംഗ് കാൻഡിൽ. വാട്ട് ഡിഡ് യു ഒബ്സർവ്? എന്നിട്ട് എന്താണ് അതിൻ്റെ ഒരെൻഡ് കാൻഡിൽ യൂസ് ചെയ്തിട്ട് കത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ എന്താ നമ്മൾ ഒബ്സർവ് ചെയ്യുക? അതിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ള പിന്നൊക്കെ എന്താണ് താഴെ വീഴും. ഡിഡ് ഓൾ ദ പിൻസ് ഫോൾ ഡൗൺ അറ്റ് ദി സെയിം ടൈം? എല്ലാ പിന്നും ഒരേ സമയമാണോ താഴെ വീണത്? അല്ല അല്ലേ. വിച്ച് പിൻ ഹാഡ് ഫോളൻ ഫസ്റ്റ്? ഏത് പിന്നാണ് ആദ്യം വീണത്? ഫ്ലെയിമിൻ്റെ അടുത്തുള്ള പിന്നാണ് ആദ്യം താഴെ വീണത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? അപ്പോൾ ആദ്യം ഹീറ്റ് അവിടെയുള്ള പിന്നിന് കിട്ടി, പിന്നെ അതെന്താ ബാക്കിയുള്ള പിന്നുകളിലേക്ക് ആ അലുമിനിയം റോഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ വീണത്. ദിസ് ഇസ് ഡ്യൂ ടു ദ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഫ്രം ദ ഫ്ലെയിം ത്രൂ ദി അലുമിനിയം റോഡ്. അലുമിനിയം റോഡിലൂടെ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. റിപ്പീറ്റ് ദിസ് എക്സ്പെരിമെൻറ്റ് വിത്ത് കോപ്പർ ആൻഡ് അയൺ റോഡ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഇനി അലുമിനിയം റോഡിന് പകരം കോപ്പറും അയൺ റോഡും യൂസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഒബ്സർവ് ചെയ്യുക? സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. ഹീറ്റ് ട്രാൻസ്മിഷൻ ഒക്കെ നോട്ട് ഓൺലി ഇൻ അലുമിനിയം ബട്ട് ഇൻ അതർ മെറ്റൽ ഓൾസോ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അലുമിനിയത്തിൽ മാത്രമല്ല വേറെ മെറ്റലുകളിൽ എന്താണ് ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് വിത്ത് പീസ് ഓഫ് വുഡ് ആൻഡ് എ പീസ് ഓഫ് ഗ്ലാസ് റോഡ്. ഇനി ഈ എക്സ്പെരിമെൻറ്റ് ഒരു ഗ്ലാസ് റോഡിൻ്റെ പീസും അതേപോലെ തന്നെ വുഡിൻ്റെ പീസും യൂസ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ അവിടെ എന്താണ് ഒബ്സർവ് ചെയ്യാനും നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ട് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് കണ്ടക്ഷൻ. വെൻ ഹീറ്റ് ഈസ് റിസീവ്ഡ് അറ്റ് വൺ എൻഡ് ഓഫ് എ മെറ്റൽ റോഡ് ദ മോളിക്യൂൾ അറ്റ് ദാറ്റ് ആൻഡ് റിസീവ് ദ ഹീറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ഇൻ ടു ദ നിയറസ്റ്റ് മോളിക്യൂൾ. അതായത് നമ്മളൊരു മെറ്റലിനെ ഹീറ്റ് ചെയ്യുമ്പം മെറ്റലിൻ്റെ ഒരു എൻഡിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ എൻഡിലുള്ള മോളിക്യൂൾസ് ആ ഹീറ്റിനെ റിസീവ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷനെയാണ് കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോളിഡിൽ ഈ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് കണ്ടക്ഷനിലൂടെയാണ്. മെറ്റീരിയൽസ് ദാറ്റ് കണ്ടക്ട് ഹീറ്റ്. ഡു ഓൾ മെറ്റീരിയൽ കണ്ടക്ട് ഹീറ്റ് വെൽ? എല്ലാ മെറ്റീരിയൽസും ഹീറ്റ് നന്നായി കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ഹാവൻ യു എക്സ്പെരിമെൻറ്റ് വിത്ത് അലുമിനിയം, കോപ്പർ, വുഡ്, അയൺ ആൻഡ് ഗ്ലാസ് റോഡ്. നമ്മളെന്താണ് ഈ അലുമിനിയം, കോപ്പർ, വുഡ്, അയൺ, ഗ്ലാസ് ഇതൊക്കെ വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ക്ലാസിഫൈങ് ദം ആസ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടക്ട് ഹീറ്റ് വെൽ ആൻഡ് ദോസ് ദേ ഡോണ്ട് കണ്ടക്ട് ഹീറ്റ് വെൽ. അതായത് അതിനെന്താണ് ഹീറ്റ് നന്നായി കടത്തി വിടുന്നവ, ഹീറ്റ് നന്നായി കടത്തി വിടാത്തവ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്. സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടക്ട് ഹീറ്റ് വെൽ എന്നാണ് ഫസ്റ്റത്തെ ഹെഡിങ്. രണ്ടാമത്തത് സബ്സ്റ്റൻസ് ദേ ഡോണ്ട് കണ്ടക്ട് ഹീറ്റ് വെൽ. അപ്പോൾ ഫസ്റ്റ് ഇതിൽ വരുന്നത് ഹീറ്റ് കടത്തി വിടുന്നതിൽ ഏതൊക്കെയാണ് വരിക? അലുമിനിയം, അയൺ, കോപ്പർ. രണ്ടാമത്തെ ടേബിളിൽ വുഡും ഗ്ലാസ് റോഡും. ഹാവൻ യു റിയലൈസ്ഡ് ദാറ്റ് ഓൾ സോളിഡ് ഡു നോട്ട് കണ്ടക്ട് ഹീറ്റ് വെൽ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എല്ലാ സോളിഡ് സബ്സ്റ്റൻസും എന്താണ് ഹീറ്റ് നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്നില്ല നമുക്ക് പറയാൻ പറ്റും. ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പുവർ കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇനി ഇതിനൊക്കെ ഓരോ പേര് പറയും. ഹീറ്റ് നന്നായി കടത്തി വിടുന്നവയ്ക്ക് ഒരു പേര് പറയും, ഹീറ്റ് നന്നായി കടത്തി വിടാത്തവയ്ക്ക് ഒരു പേര് പറയും. ഇനി അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പുവർ കണ്ടക്ടേഴ്സ്. Substances which allow heat to pass through them well by conduction are called good conductors. അപ്പോൾ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് നന്നായി കടത്തിവിടാൻ കഴിയുന്ന സബ്സ്റ്റൻസിനെയാണ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. Those substances which do not allow heat to pass through them well are called poor conductors. Poor conductors എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഹീറ്റ് എന്താണ് നന്നായി കടത്തിവിടാത്ത സബ്സ്റ്റൻസിനെയാണ് പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ് കണ്ടക്ടേഴ്സിനുള്ള എക്സാമ്പിൾസിൽ ഏതൊക്കെയാണ് വരിക? അലുമിനിയം, അയൺ, കോപ്പർ. ഇനി പുവർ കണ്ടക്ടേഴ്സിനുള്ള എക്സാമ്പിൾസിൽ വരുന്നത് വുഡും ഗ്ലാസ് റോഡും. Find out more example of good conductors and poor conductors based on your എക്സ്പീരിയൻസ് ആൻഡ് ലിസ്റ്റ്. ഇനി നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഗുഡ് കണ്ടക്ടേഴ്സിനും പുവർ കണ്ടക്ടേഴ്സിനുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗുഡ് കണ്ടക്ടേഴ്സിന് വേറെ എന്തൊക്കെ ഉദാഹരണങ്ങൾ പറയാം? ഗോൾഡ്, സിൽവർ, അതൊക്കെ എന്താണ് ഹീറ്റ് നന്നായി കടത്തിവിടും. അപ്പോൾ അത് ഗുഡ് കണ്ടക്ടേഴ്സാണ്. പുവർ കണ്ടക്ടേഴ്സിനുള്ള എക്സാമ്പിളാണ് റബ്ബർ, പ്ലാസ്റ്റിക്. അത് ഹീറ്റ് തീരെ കടത്തിവിടില്ല. അപ്പോൾ അതെന്താണ്? പുവർ കണ്ടക്ടേഴ്സാണ്.
വി മേക്ക് യൂസ് ഓഫ് ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പുവർ കണ്ടക്ടേഴ്സ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ലൈഫിൽ എന്താണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഗുഡ് കണ്ടക്ടേഴ്സിനെയും അതേപോലെ പുവർ കണ്ടക്ടേഴ്സിനെയും യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ ഡു വി യൂസ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓർ പുവർ കണ്ടക്ടേഴ്സ്. ഇനി താഴെ എന്താണ് 3 സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഗുഡ് കണ്ടക്ടേഴ്സ് ആണോ പുവർ കണ്ടക്ടേഴ്സ് ആണോ യൂസ് ചെയ്യുന്നതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സിറ്റുവേഷൻ, ടു റിമൂവ് എ ഹോട്ട് വെസൽ ഫ്രം ദി സ്റ്റവ്. സ്റ്റവിൽ നിന്ന് എന്താണ് ഹോട്ട് വെസലിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുക? പുവർ കണ്ടക്ടേഴ്സാണ് യൂസ് ചെയ്യുക. രണ്ടാമത്തത്, ടു മേക്ക് ഹാൻഡിൽ ഓഫ് കുക്കിംഗ് യൂട്ടൻസിൽസ്. അതായത് പാത്രങ്ങളുടെ ഒക്കെ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളുടെ ഒക്കെ എന്താ ഹാൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും? പുവർ കണ്ടക്ടേഴ്സ് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഗുഡ് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അതെന്താ ഹീറ്റ് കടത്തിവിട്ട് കൈ പൊള്ളും. ടു മേക്ക് കുക്കിംഗ് യൂട്ടൻസിൽസ്, പിന്നെ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഗുഡ് കണ്ടക്ടേഴ്സ് കൊണ്ടാണ്. ഗുഡ് കണ്ടക്ടേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയാലാണ് അത് എന്താണ് ഹീറ്റ് കടത്തിവിട്ട് ഫുഡ് കുക്കാവുള്ളൂ. ചെക്ക് ദ പിക്ചർ ബിലോ. ഇനി താഴെ എന്താണ് 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്? പ്രഷർ കുക്കറിൻ്റെ അതേപോലെ തന്നെ ഫ്രൈ പാൻ്റെയും. ബോത്ത് ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പുവർ കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ സെയിം വെസൽ. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരേ പാത്രത്തിൽ തന്നെ എന്താണ് ഗുഡ് കണ്ടക്ടേഴ്സിനെയും പുവർ കണ്ടക്ടേഴ്സിനെയും യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. അപ്പം ഇവിടെ ആദ്യം പ്രഷർ കുക്കർ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രഷർ കുക്കറിൻ്റെ ആ ബോഡി അത് ഉണ്ടാക്കിയിട്ടുള്ളത് അലുമിനിയം ഓർ സ്റ്റീൽ കൊണ്ടായിരിക്കും. അപ്പോൾ അതെന്താണ്? അത് ഗുഡ് കണ്ടക്ടറാണ്, എന്നാലാണ് ഫുഡ് കുക്കാവുള്ളൂ. പിന്നെ അതിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്? റബ്ബർ കൊണ്ടാണ്, അത് പുവർ കണ്ടക്ടറാണ്. അപ്പോൾ അതെന്താണ് ഹീറ്റ് കടത്തി വിടില്ല. ഇനി നെക്സ്റ്റ് ഫ്രൈ പാൻ ഇതേപോലെ തന്നെ അതിൻ്റെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് ഗുഡ് കണ്ടക്ടർ വെച്ചിട്ടും അതിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പുവർ കണ്ടക്ടറും വെച്ചിട്ടാണ്. ഫൈൻഡ് മോർ എക്സാമ്പിൾ ഓഫ് സച്ച് എ വെസൽ ആൻഡ് പ്രസൻറ്റ് ദം ഇൻ ദ ക്ലാസ്. ഇതിനുള്ള കൂടുതൽ എക്സാമ്പിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കടായി, അതേപോലെ തന്നെ സോസ് പാൻ, അതൊക്കെ ഇതിനുള്ള കൂടുതൽ എക്സാമ്പിൾസ് ആണ്. അപ്പം ഈ ഒരു ടോപ്പിക്കോട് കൂടിയിട്ട് നമ്മൾ എന്താണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.